പെരുന്നാളിന് 2 ദിവസം മുമ്പ് തന്നെ പരീക്ഷയൊക്കെ കഴിഞ്ഞപ്പോൾ ഇളയ മകൻ പെങ്ങളുടെ വീട്ടിലേക്ക് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലേക്ക് വണ്ടി കയറി. പെരുന്നാളിന്റെ ഉച്ചഭക്ഷണം കഴിഞ്ഞതും മൂത്ത മകൻ ഹൈദരാബാദിലേക്ക് കൂട്ടുകാരോടൊത്ത് വണ്ടി കയറി. പിന്നെ വീട്ടിൽ ഞാനും വൈഫും മാത്രമായി. അപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പല ഓപ്ഷനുകളും വന്നെങ്കിലും ചെറിയ ദൂരം യാത്രയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അവസാനം ഞങ്ങളിതാ ഒളോപ്പാറയിലെത്തി. നമ്മുടെ കോഴിക്കോടിന്റെ കുട്ടനാട് എന്നറിയപ്പെടുന്ന ഒളോപ്പാറ അതിമനോഹരമായ ഒരു സ്ഥലമാണ്. ഒറ്റ നോട്ടത്തിൽ കുട്ടനാട് പോലെ തോന്നും, കുമരകമാണോ എന്നും തോന്നും. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഇതിനെ മിനി കുമരകം എന്നും മറ്റും വിളിക്കുന്നത്. കോഴിക്കോട് നഗരത്തിൽ നിന്നും അധികം അകലെ അല്ലാതെ ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമാണ് ഒളോപ്പാറ. അകലാപ്പുഴ കനിഞ്ഞ് അനുഗ്രഹിച്ച ഇവിടെ എത്തുമ്പോൾ കണ്ണും മനസ്സും നിറയും. പുഴയുടെ ഇരു കരകളിലുമുള്ള കണ്ടൽക്കാടിന്റെ വശ്യത, കുളിർക്കാറ്റ് കൊണ്ടുള്ള ബോട്ട് യാത്ര, പുഴക്കരയിൽ ഇരിക്കാനായി ഒരുക്കിയിരിക്കുന്ന ബെഞ്ചുകൾ, ഇടറോഡുകളും ചെറിയ വെള്ളക്കെട്ടുകളും, നാടിന്റെ അതിരുകാത്തു നിൽക്കുന്ന മലകളും പാറക്കെട്ടുകളും. പറയാൻ ഏറെയുണ്ട് ഒളോപ്പാറയെ പറ്റി. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ഗ്രാമത്തിന്റെ സമാധാനത്തിലേക്ക് മടക്കിക്കൊണ്ടുപോകുന്ന ഇടം, അതാണ് ഒളോപ്പാറ. ഞങ്ങൾക്ക് വീട്ടിൽ നിന്നും 11 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. കോഴിക്കോട് ടൗണിൽ നിന്നും 15 കിലോമീറ്റർ ദൂരമുണ്ട് ഇങ്ങോട്ടേക്ക്. പലതരം ഹൗസ് ബോട്ടുകളുണ്ട് ഇവിടെ. യാത്രക്കായി മാത്രം ഉപയോഗിക്കുന്ന ബോട്ടുകളുണ്ട്, പിന്നെ താമസത്തിനായിട്ടുള്ള ബോട്ടുകളുണ്ട്, പിന്നെ ചെറിയ ചെറിയ ബോട്ടുകളുമുണ്ട്. ഒരാൾക്ക് 100 രൂപയാണ് ടിക്കറ്റ് ചാർജ്. 1 മണിക്കൂറോളം യാത്ര തുടരും. ധാരാളം മീനുകളുള്ള പുഴയാണ്. ചൂണ്ടയിടാനായിട്ട് കുറേ പേർ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കക്ക വാരുന്നവരെയും കുറേ കണ്ടു. പുഴയിലെ വെള്ളത്തെ തലോടിയെത്തുന്ന നല്ല തണുത്ത കാറ്റ് ഈ ചൂടുകാലത്ത് ചില്ലറയൊന്നുമല്ല ആശ്വാസം. വളരെ മനോഹരമായ ഒരു യാത്ര. ബോട്ടിൽ നല്ല അടിപൊളി പാട്ട് വെച്ചിട്ടുണ്ട്. ഇതാ ഒരു കുഞ്ഞ് ഡാൻസ് കളിക്കുകയാണ്. ഇതാ പുഴയിൽ ഇറങ്ങിയവര് കക്ക വാരുകയാണ്. ഇപ്പൊ ധാരാളം പേരുണ്ട്. സൈഡ് ഭാഗങ്ങളിലൂടെയൊക്കെ കക്ക വാരുന്ന ധാരാളം പേരെ കാണാം. നമ്മളൊരു ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ഇരു സൈഡുകളിലൂടെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന ബോട്ടുകൾ കാണുന്നത് ഒരു മനോഹരമായ കാഴ്ചയാണ്. ഞങ്ങളുടെ സമയം ഏകദേശം തീരാറായി. 1 മണിക്കൂറോളം ഞങ്ങൾ യാത്ര ചെയ്തു. ഇപ്പോൾ മടക്ക യാത്രയിലാണ്. അപ്പോൾ ഞങ്ങളുടെ ജെട്ടിയോട് അടുക്കുകയാണ് ബോട്ട്. സത്യത്തിൽ 1 മണിക്കൂർ കൂടിയൊക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹമുണ്ട്. നല്ല സുഖമുള്ള രസമുള്ള യാത്രയായിരുന്നു. ഇനിതാ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ബോട്ടിൽ നിന്നും. പുറത്തിറങ്ങിയപ്പോൾ കരയിൽ നിൽക്കുന്ന അളിയനെയും വൈഫിനെയും മകനെയും കണ്ടു. അവളിതാ അവരുടെ അടുത്തേക്ക് നടക്കുകയാണ്, പിറകെ ഞാനും. 6 മണിക്ക് ബോട്ട് യാത്ര അവസാനിക്കും. 6 മണി വരെയാണ് പഞ്ചായത്ത് ഇതിന് അനുമതി കൊടുത്തിട്ടുള്ളത്. നല്ല ചായക്കടകളുണ്ട് ഇവിടെ. ഇനിയൊരു ചായ കുടിക്കണം.